രോഹിത്, നമ്മുടെ മുസ്ലിം സഹോദരിമാരെ അവർ വളരെയധികം കെയറിങ്ങോടെ നോക്കുന്നു എന്നൊക്കെയാണ് അവർ വാദിക്കുന്നത്, സഹോദരന്മാർ. എന്നാലും പലപ്പോഴും നമ്മൾ നിരീക്ഷിക്കുമ്പോൾ തോന്നുന്നത് അങ്ങനെയല്ല. അവർക്കവിടെ നീതി കിട്ടുന്നില്ല എന്ന് മാധ്യമങ്ങളും മറ്റും വാദിക്കുമ്പോഴും അവരവകാശപ്പെടുന്നത് അവരുടെ സ്ത്രീകളെ അവർ സുരക്ഷിതമായി നോക്കുന്നു, അവർക്കറിയാം അവരുടെ സ്ത്രീകളെ സംരക്ഷിക്കാൻ എന്ന് പറയാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ ഒരു ഖുർആൻ പാരായണ മത്സരം ഉണ്ടായിരുന്നു. അതിൽ നിരവധി മുസ്ലിം സ്ത്രീകൾക്ക്, യുവതികൾക്ക് അവസരം ഉണ്ടായിരുന്നു. അവർ പുറത്തേക്ക് വരുന്നുണ്ട്, വലിയ കാര്യമാണ്. അവർക്ക് വേണ്ടി മത്സരം നടത്തുന്നു, സമ്മാനം കൊടുക്കുന്നു, അതെല്ലാം വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതിൽ സമ്മാനം നേടിയവരുടെ ഫോട്ടോ പതിക്കാൻ അവർ തയ്യാറായിട്ടില്ല. പേരുണ്ട്, അത് ശരിയാണ്. അല്ലെങ്കിൽ വാപ്പയുടെ പേരെങ്കിലും വെക്കാറുണ്ട്. ജൽസെ മീലാദ് വനിതാ ഹോളി ഖുർആൻ പാരായണ മത്സരം 22 സെപ്റ്റംബർ 2026 ഞായറാഴ്ച പാലസ് ഓഡിറ്റോറിയം, മാണിയങ്കാവ്. അഭിനന്ദനങ്ങൾ. സീനിയർ വിഭാഗം ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്. അതായത് കാണാനൊരു വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് നീലയും പച്ചയും വേറൊരു നീലയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്ത്രീ സമത്വം പറയുന്ന 2024 ഇത്തരം ആളുകൾ ഈ പണി കാണിക്കുന്നത്. ഇത് ഒരുപക്ഷെ മുസ്ലിം സമുദായത്തെ മാത്രമായിട്ട് ഞാൻ പറയുന്നില്ല, സ്വന്തം ഭാര്യമാരുടെ മുഖം പുറത്തു വരരുത് എന്നൊക്കെ ആഗ്രഹിക്കുന്ന ബാക്കിയുള്ള സമുദായക്കാരും കാണും. പക്ഷേ അവിടുത്തെ സ്ത്രീകളൊക്കെ ഇച്ചിരി ബോൾഡായിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് പ്രശ്നമില്ലാത്ത. പക്ഷെ ആലോചിക്കണം, ഈ സമുദായത്തിൽ തന്നെ ഇതൊന്നും വിഷയമല്ല. നല്ല രീതിയിൽ യൂട്യൂബിൽ വ്ലോഗ് ചെയ്യുന്ന ഫാമിലി, കുടുംബങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ആസിഫ് അലിയുടെ ഭാര്യ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു, അതിൽ തട്ടമിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ സൈബർ അറ്റാക്കിന് അവർ വിധേയരാകേണ്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു. നമുക്ക് ദുബായിലെ രാജാവിന്റെ മകൾ എങ്ങനെയാ നടക്കുന്നത് നമുക്കറിയാം. ഇവിടെയാണ് ഈ പണ്ട് കാലത്ത് ഈ മുസ്ലിം കുടുംബങ്ങളിലെ ഉമ്മമാര്, കാരണവന്മാര്, നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടോ, അവരിട്ടിരുന്ന വേഷമുണ്ട്. അവര് തട്ടമിടും, പർദ്ദയിടില്ല. ഇന്ന് കണ്ണു മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ പർദ്ദയും കാര്യങ്ങളും ഒക്കെ ഇട്ട് പുറത്തിറങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. ഇതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, അവർ ചെയ്തോട്ടെ. ഈ ഇന്ത്യ എന്ന് പറയുന്ന മതേതര രാജ്യത്ത് ഇവിടെ ഓരോരുത്തർക്കും അവരുടെ രീതിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആഹാരം കഴിക്കാനും വസ്ത്രം ധരിക്കാനും ജീവിക്കാനും അഭിപ്രായങ്ങൾ തുറന്നു പറയാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള നാടാണ്. പക്ഷെ ഈ പണി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നീ ഈ പോസ്റ്റർ ഇറക്കാതിരിക്കണം, ഈ പോസ്റ്റർ നിങ്ങൾ ഇറക്കാതിരിക്കും, ഒരു പ്രശ്നമില്ലെന്നേ. പണ്ട് ഇലക്ഷൻ സമയത്ത് ഇവിടുത്തെ ഒരു പോസ്റ്റർ, ഞാനത് തപ്പി നോക്കാം, കിട്ടുമെന്ന് എനിക്കറിയില്ല. അതില് ഒരു പടം വെച്ചിരിക്കുകയാണ്, വനിതാ സംവരണ വാർഡിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പടം. നല്ല മനോഹരമായ ഒരു പടം. പേര് എന്തോ സുബൈദ ബീവി എന്നാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ എന്തോ ആണ് പേര്. പടം നല്ല കുർത്തയൊക്കെ ഇട്ട് തലയിലൊരു തൊപ്പിയൊക്കെ വെച്ച് ഊശാൻ താടിയൊക്കെ വെച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ എന്താണ് സംഭവം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എന്തോ മുകളിൽ എഴുതിയിട്ട് ഇന്ന വീട്ടിലെ ഇന്ന ആളുടെ ഭാര്യ ഐഷ ബീവിയെ വിജയിപ്പിക്കുക. അപ്പൊ എന്ത്, പെണ്ണിന് ഐഡന്റിറ്റി ഇല്ലേ? സ്ത്രീക്ക് ഐഡന്റിറ്റി ഇല്ലേ? ഈ വിശാല മനസ്കരി 3 പടം വെച്ചില്ലെങ്കിലും ആ പെൺകുട്ടികളുടെ പേര് വെക്കാൻ തയ്യാറായി എന്നുള്ളതിൽ നമ്മൾ നമസ്കരിക്കണം. അല്ല, പെൺകുട്ടികൾക്ക് അത് ആഗ്രഹം ഉണ്ടാവോ ഇല്ലയോ എന്ന് ഉറപ്പായിട്ടും ആഗ്രഹം ഉണ്ടാവില്ല. പക്ഷെ അവർ പറയും, ഇപ്പൊ ഇവര് ഈ പെൺകുട്ടികളെ ധരിപ്പിക്കുന്നത് എന്തായിരിക്കും എന്ന് അറിയാമോ? നമ്മളിപ്പോ ഇത് ചർച്ചയാക്കുന്നത് ഇസ്ലാം വിരുദ്ധത പ്രചരിപ്പിക്കുന്നതാണ്, ഇസ്ലാം വിരുദ്ധത എന്നാണ് അവർ തീവ്രവാദികളായി ചിത്രീകരിക്കപ്പെടും. കാരണം നമ്മുടെയൊക്കെ പേരുകൾ ഈ പറയുന്നത് ഇസ്ലാം മതസ്ഥരുടെ പേരല്ലോ. ചിലപ്പോൾ ഈ കയ്യൊക്കെ ഇട്ടിരിക്കുന്ന ചരട് പോലും ചർച്ചയാക്കപ്പെടും. നിങ്ങളുടെ കയ്യിലുമുണ്ട്, ചേച്ചിയുടെ കയ്യിലുമുണ്ട്. അപ്പൊ ഇതൊക്കെ ചർച്ചയാക്കപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടികളുടെ ഫോട്ടോ, ഇവർ തട്ടോട്ടൊരു ഫോട്ടോ പുറത്തോട്ട് ഇവർക്ക് എന്താ പ്രശ്നം? അല്ലെങ്കിൽ നിങ്ങൾ ഈ പോസ്റ്റർ അടിക്കാതിരിക്കണം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ശരിക്കും ഇത് അവരോടുള്ള അപമാനമാണ്, അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കാലം ഇത്ര വളർന്നു, നോക്കൂ, കാലം ഇത്ര വളർന്നു. ഒരു പെൺകുട്ടിയുടെ മുഖം പുറത്ത് വന്നാൽ എന്താണ് പ്രശ്നം? നോക്കൂ, ഒരു വീഡിയോ ഉണ്ട്. ഒരു 10ാം ക്ലാസ്സിൽ എന്തോ ഒരു അവാർഡ് വാങ്ങാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ വേദിയിലേക്ക് വിളിക്കുകയാണ്. അപ്പൊ ഉസ്താദ് അവിടെ ഇരുന്നിട്ട് പറയും, ആരോട് ചോദിച്ചിട്ടാണ് ആ പെൺകുട്ടിയെ വേദിയിലേക്ക് വിളിച്ചത്? ഇവരുടെയൊക്കെ വിചാരം എന്താ? ഞാൻ ചോദിച്ചു, മതം വിറ്റ് ജീവിക്കുന്നു. ഈ ഇസ്ലാം മതത്തെ മാത്രമല്ല, ഇസ്ലാം മതമാട്ടെ, ക്രൈസ്തവ മതമാട്ടെ, ഹൈന്ദവ മതം വിറ്റ് ജീവിക്കുന്ന ഇവനെയൊക്കെ നല്ല പൊരി വെയിലത്തോട്ട് നിർത്തി, നല്ല ചൂരലുണ്ടല്ലോ, വള്ളിച്ചൂരിൽ വെട്ടി അവന്റെ പൃഷ്ഠഭാഗം നോക്കി അടിക്കണം. അതാണ് വേണ്ടത്. നോക്കൂ, ഞാൻ പണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. ഈ വിജയ് അവരുടെ നാട്ടിൽ ഒരു മെറിറ്റ് ഫെസ്റ്റ് നടത്തി. അതായത് 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിനൊക്കെ വിജയിച്ച വലിയ രീതിയിൽ വിജയിച്ച കുട്ടികളെയൊക്കെ വിളിച്ച് വിജയ് നടികർ ഫാൻസ് അസോസിയേഷനാണ് വിജയുടെ, അതിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പ് അവാർഡ് കൊടുത്തു. അപ്പൊ അതിൽ കുറെ അവാർഡുകൾ കണ്ടു. വിജയ് കുട്ടികളെ കെട്ടിപ്പിടിക്കുന്നു, പൊന്നാട ഇടുന്നു, മൊമന്റോ കൊടുക്കുന്നു. ഇങ്ങനെ പോകുമ്പോൾ ഒരു വാപ്പായും ഒരു കുട്ടിയും കൂടി കടന്നു വരികയാണ്. തലയിൽ തൊപ്പിയുണ്ട്, പുള്ളിക്കാരി എനിക്ക് പർദ്ദയാണോ തട്ടാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അടുത്തേക്ക് വരുമ്പോൾ ഈ കുട്ടിയെ പതുക്കെ ഈ ഫാദർ തട്ടി ഇങ്ങനെ സൈഡിലേക്ക് നിർത്തുന്നു. വിജയ് നേരെ ചെന്ന് ഈ വാപ്പാക്ക് പൊന്നടയുന്നു, മൊമെന്റ് കൊടുക്കും. ഒരുപക്ഷെ വിജയ് അനാവശ്യമായ വിവാദങ്ങളിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചായിരിക്കും ഇത് ചെയ്തത്.
ആ കുട്ടിയുടെ മനസ്സ് എന്തുമാത്രം പിടഞ്ഞിട്ടുണ്ട്. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കാരണം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ആരാധനയുള്ള നടനാണ്. ആ നടന്റെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം വാങ്ങാനുള്ള അവകാശം പോലും മുസ്ലിം ആയതിന്റെ പേരിൽ, ഇസ്ലാം മത വിശ്വാസി ആയതിന്റെ പേരിൽ ആ പെൺകുട്ടിക്ക് ആ വാപ്പ നിഷേധിക്കുകയാണ്. അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു, ഭയങ്കരമായി വൈറലായി. എനിക്ക് വന്ന ഫോൺ കോളുകൾ അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അന്ന് എനിക്ക് നേരെ വരുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലായത്. കൊല്ലും വെട്ടും തിന്നും എന്നൊക്കെ പറഞ്ഞ് എത്രയോ പേര്, 2 കൂട്ടരാണ് എന്നെ ആക്രമിച്ചത്. ഒന്ന് വിജയ് ഫാൻസ്, 2 ഈ പറയപ്പെടുന്ന ബോധമില്ലാത്ത മതവാദികൾ. വിജയ് ഫാൻസ് ഞാൻ അതിനകത്ത് വിജയ് വിമർശിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, വിജയ് ഇത് ചെയ്യാതെ ആ പെൺകുട്ടിക്ക് ഇത് പൊന്നാടെ അണിയിച്ച് ആ പെൺകുട്ടിയുടെ തലയിൽ കൈവച്ച് ആശീർവദിച്ചിരുന്നെങ്കിൽ. അത് രോഹിത് ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പൊ ഒരു വീഡിയോ ചെയ്ത രോഹിത്തിന് നേരെ ഇത്രയും ഫോൺ കോൾ വന്നിട്ടുണ്ട് എങ്കിൽ വിജയ്ക്ക് അതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും. ആ ഒരു കാര്യം അറ്റൻഡ് ചെയ്താൽ വിജയ് നേരിടാൻ പോകുന്നത് രോഹിത് നേരിടുന്ന പോലെ ആയിരിക്കില്ല വിജയ് നേരിടുന്നത്. പക്ഷെ എനിക്കത് പറയണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് സിനിമകൾ സ്ക്രീനിൽ കണ്ട് വിജയുടെ സിനിമകളെല്ലാം എന്താ നല്ല പുരുഷനാണ്, അഴിമതിക്കെതിരെ അനീതിക്കെതിരെ പൊരുതാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കാൻ അങ്ങനെ ഒരു നടൻ രാഷ്ട്രീയ പ്രവേശനത്തിന് നിൽക്കുകയാണ്. അപ്പൊ അയാളത് ചെയ്യണമായിരുന്നു, അയാളത് ഭയക്കരുതായിരുന്നു. അല്ല, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ താല്പര്യമില്ലാത്തൊരു നടനാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. കാരണം അത് അവരുടെ അഭിനയമാണ്. ഇപ്പം വിജയ് ആട്ടെ, രജനീകാന്ത് ആട്ടെ, കമൽഹാസനാണ്, ഇവരെയൊക്കെ കാണുന്നത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ്. വീരാരാധനയോടെ കാണുന്നതാണ്. അവർ ചെയ്യുന്നതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് തമിഴ്നാട്ടുകാര്. അപ്പൊ സ്വാഭാവികമായിട്ടും വിജയ് അന്ന് അത് ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അതൊരു മാറ്റത്തിന്റെ തുടക്കമാകുമായിരുന്നു. അത് ചെയ്തില്ല എന്ന പേരിലാണ് ഞാൻ വിജയ് വിമർശിച്ചത്. അത് മാത്രമല്ല, വിജയ്ക്ക് ഒരു തങ്കച്ചി പാശം എന്നൊരു സാധനമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും വിജയ് ഫാൻസും ഈ പറയപ്പെടുന്ന മതവാദികളും കൂടി എന്നെ ആക്രമിച്ച ഒരു സാധനമുണ്ട്. അത് ഞാൻ സത്യം പറഞ്ഞാൽ മലപ്പുറത്ത് കോഴിക്കോട് പോകുമ്പോൾ പേടിച്ചായിരുന്നു. ഞാൻ മാസ്ക് ഒക്കെ വെച്ചിട്ടായിരുന്നു കാറിൽ ഡ്രൈവ് ചെയ്ത് വരുന്നത്. കാരണം വെച്ചാൽ അമ്മാതിരി ഫോൺ കോളുകളാണ് വരുന്നത്. അപ്പൊ ഇവരിത് കാണിക്കുന്നതിന് പ്രശ്നമില്ല. ഇവരെ വിമർശിച്ച, നാക്കെടുത്ത് എന്തെങ്കിലും പറഞ്ഞ വട്ടം കൂടി വെട്ടുക്കിളി കൂട്ടങ്ങൾ നമ്മളെ സൈബർ ആക്രമണം മാത്രമല്ല, നേരിട്ട് ഫോൺ വിളിച്ച് ഇവിടെ കണ്ട വെട്ടും എന്നൊക്കെ പറഞ്ഞ കുറെ ടീമുകളുണ്ട്. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ കോഴിക്കോട് ഇരുന്നിട്ട് ഈ ഫോണൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, ഞാൻ ആവശ്യത്തിന് കണ്ണൂർ പോയിക്കൊണ്ടിരുന്ന. അപ്പോൾ എന്ന് പറയുന്നത് പോലെ സ്ത്രീകളുടെ പടം കാണിക്കാൻ പൊതുവേദികളിൽ സ്ത്രീകൾ വന്നാൽ ഇവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നോക്കൂ, ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രിയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നായിരുന്നു. ഇന്നിന്റെ കാലത്തെ രാഷ്ട്രപതിയുടെ പേര് ദ്രൗപദി മുർമു എന്നാണ്. ഭരണചക്രത്തിന്റെ അങ്ങേ അറ്റം വരെ സ്ത്രീകളെത്തി. ബഹിരാകാശത്തേക്ക് കൽപ്പന ചൗള പോയി. സുനിത വില്യംസ് പോകാൻ അവിടെ സ്റ്റേ ചെയ്യാണ്. ബഹിരാകാശത്ത് ഇപ്പൊ സ്റ്റേ ചെയ്യുന്നു. ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തി എത്രയോ പേര്. ഇനി സാനിയ മിർസ പർദ്ദയിട്ട് ബാഡ്മിന്റൺ കളിക്കണമെന്ന് പറഞ്ഞ ടീമുകളുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇത് പണ്ട് നായർ തറവാടുകളിലും നമ്പൂരി തറവാടുകളിലെയും കൊട്ടാരക്കെട്ടുകളിൽ കടകത്തളങ്ങളിൽ ഒതുക്കിപ്പോയ അന്തർജനങ്ങളുടെ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്, സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ഈ ഹൈന്ദവ സമൂഹവും ക്രൈസ്തവ സമൂഹവും ഒന്നുകൂടി അപ്ഡേറ്റഡ് ആയി. അവരവിടെ ഈ പ്രശ്നങ്ങൾ ഇല്ലാണ്ടായി. ഇപ്പോഴും ഇസ്ലാം മതത്തിന്റെ ഒരു വിഭാഗമാണ്, ഒരു 5% ഞാൻ പറയും, ബാക്കി 95% എക്സ്പ്ലോർ ചെയ്യുന്ന ഒരുപാട് ഒരു ഗായകൻ, കൊപ്പത്തുള്ള ഒരു ഗായകൻ, നമ്മൾ ആ വീഡിയോ ചെയ്തതാണ്. അദ്ദേഹം ഞാനൊരു അച്ഛനായി എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോ നിനക്ക് വാപ്പയായെന്നോ ഉപ്പയായെന്നോ പറയാൻ കഴിയില്ലേ എന്ന് ചോദിച്ച് കാട്ടിക്കൂട്ടിയ സൈബർ ആക്രമണം നമ്മൾ കണ്ടതാണ്. അതിൽ കൂടുതലും ചെറുപ്പക്കാരാണ് ഈ പോസ്റ്റ് ഇടുന്നതെന്നുള്ളതാ. ഇവർക്ക് എന്ത് മനസ്സുഖമാണ് കിട്ടുന്നത്, എന്ത് ആത്മരതിയായിരുന്നു കിട്ടുന്നത്. ഇപ്പൊ അതിൽ വേറൊരു വാദം വരുന്നത് എന്താ, നിങ്ങൾ കാണുന്നില്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതാണെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ പൊതിഞ്ഞു സൂക്ഷിച്ച, ഞാനൊന്നും പറയുന്നില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ അതും വേറെ വിവാദങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഞാനൊന്ന് പറയാം, ഇവര് പൊതിഞ്ഞു സൂക്ഷിച്ചാൽ പിന്നെ മറ്റേ ഇടയ്ക്ക് 1-2 പോസ്റ്റ് വരുന്നുണ്ട്, ആമയുടെ പുറന്തോട്, ആമയുടെ പുറന്തോട് എടുത്ത് ആമ അറിഞ്ഞിരുന്നില്ല അത് സുരക്ഷിതത്വമായിരുന്നു. അപ്പൊ ഇവര് തുണിക്കുള്ളിൽ സുരക്ഷിതമാക്കി വെച്ചേക്കാ ഇവര്. അല്ല, വേറെ കാര്യം, ഈ സ്ത്രീകളെ കൂടെ ഇവർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, ഇതാണ് ഇവരുടെ ലോകം, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സ്ത്രീകൾ പോലും ഞങ്ങൾക്ക് പുറത്ത് വരണം എന്ന് പറയില്ല. അവർ കരുതുന്നത് അതാണ് അവരുടെ ലോകം, അങ്ങനെ ജീവിക്കാവൂ. സ്ത്രീകൾ ഈ കെട്ടുമാറാപ്പുകളൊക്കെ വിട്ടെറിഞ്ഞ് സ്വന്തം സ്വാതന്ത്ര്യത്തിലേക്ക് ഇങ്ങനെ പറയുന്നവന് വെണ്ണു കൊടുക്കരുത്. അതാ സീരിയസ്ലി അല്ല, ആരാ കൊടുക്കുന്നത്? ഇതേ അഭിപ്രായമുള്ള ഇതേ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന അച്ഛനും. ഇവരുടെ ഈ ചില ആളുകളുടെ വിഷമം എന്തോന്നറിയാമോ? 18 വയസ്സിൽ എങ്ങനെ മോളെ 16-ാമത്തെ വയസ്സിൽ 15-ാമത്തെ വയസ്സാകുമ്പോൾ മോളെ കെട്ടിച്ചു വിടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇത് 15-ാമത്തെ വയസ്സിൽ അങ്ങോട്ട് കെട്ടിച്ച് 16-ാമത്തെ വയസ്സിൽ ഇതിനെ ഗർഭിണിയാക്കി, ആ കൊച്ചിന് 26-28 വയസ്സാകുമ്പോൾ അതിനെയും കെട്ടിച്ച് അമ്മൂമ്മയാക്കി. നമുക്ക് ഒരു പെൺകുട്ടിയുടെ ജീവിതം അവിടെ തളച്ചിടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കാലം മാറി, ഒരുപാട് മാറി, ഇനിയും മാറ്റം വരണം. ഈ വന്ന കാലത്തും 2024 ഈ ഓണക്കാലത്തും ഈ ഓണപ്പെട്ട നബിദിനം കഴിഞ്ഞ് നിൽക്കുന്ന ഈ സമയത്തും ഈ സൈസ് പണി കാണിക്കുന്നവന്മാരെയൊക്കെ സമൂഹം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇനിയും ത്രിതല പഞ്ചായത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞ തരത്തിലുള്ള പോസ്റ്ററുകൾ ഇനിയും വരുന്നു, കാത്തിരുന്ന് കാണാം.